ഹായ് ഓൾ, JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൻ്റെ ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. 21-ാം തീയതി മുതൽ നമ്മൾ എക്സാം ഒക്കെ എഴുതാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത്. നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം JEE എക്സാം നമ്മൾ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് പ്യുവർ നമുക്ക് സയൻസ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതി ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് സയൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ നൈസർ എന്ന് പറയുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് എക്സാം എഴുതുന്നത്. അപ്പോൾ ഇവിടെ മാത്രമല്ല, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആറ്റോമിക് എനർജി സെന്ററിലും നിങ്ങൾക്ക് ഇതുവഴി എന്ത് ചെയ്യാം, അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ഏത് കോഴ്സിലേക്കാണ് നമുക്ക് ഇവിടെ അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് വെച്ചാൽ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസിന് വേണ്ടിയിട്ടായിരിക്കും. അതായത് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമിലേക്കായിരിക്കും നിങ്ങൾക്ക് ഇതുവരെ അഡ്മിഷൻ ലഭിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കോളർഷിപ്പാണ്. നിങ്ങൾക്ക് ഏകദേശം 60,000-ഓളം രൂപ വരെ വരുന്ന സ്കോളർഷിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് 20,000 വരെയും സ്കോളർഷിപ്പുകളും ഒക്കെ ലഭിക്കുന്ന ഒരു സ്കീമുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ലഭിക്കുന്നതാണ്. ഇനി ഈ വർഷത്തെ നമ്മുടെ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജനുവരി 5 മുതൽ ഏപ്രിൽ 6 വരെയാണ് നമ്മുടെ ടൈം തന്നിരിക്കുന്നത് രജിസ്ട്രേഷൻ വേണ്ടി. അപ്പോൾ ഒരുപാട് സമയം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഒരുപാട് സമയം ഉണ്ടെന്ന് പറഞ്ഞ് കാത്തിരിക്കാതെ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ പേയ്മെന്റ് പോർട്ടൽ ക്ലോസ് ചെയ്യുന്നത് ഏപ്രിൽ 12-ാം തീയതി ആയിരിക്കും. നമുക്ക് അഡ്മിറ്റ് കാർഡ്സ് ലഭിക്കുന്നത് മെയ് 15-ാം തീയതി ആയിരിക്കും. അതുമാത്രമല്ല നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജൂൺ 6-ാം തീയതിയാണ് നമ്മുടെ എക്സാമിൻ്റെ ഡേറ്റും അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത്. സോ അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയമാണ് പ്രിപ്പറേഷന് വേണ്ടിയുള്ളത്. അപ്പോൾ സയൻസ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചൊരു സയൻറ്റിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ +1, +2ൻ്റെ കോമൺ ആയിട്ടുള്ള സിലബസ് തന്നെയായിരിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എന്ന് പറയുന്നത്. അപ്പം എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് +2 കഴിഞ്ഞവർക്കെല്ലാം ഈ എക്സാം എഴുതാമെന്നായിരിക്കും. ഓൺലൈൻ എക്സാം ആയിട്ടായിരിക്കും നമ്മുടെ എക്സാം നടക്കുന്നതും. അപ്പോൾ ഈ എക്സാമുമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുക. വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ www.nestexam.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. എല്ലാവരും JEE മെയിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.